നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത സിദ്ധ താന്ത്രികത്തിൽ പെടുന്ന ടിപ്സ് നിങ്ങളുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ താന്ത്രിക പ്രയോഗങ്ങളാണ്. അതായത് 100%-ൽ ഒരു 10% താന്ത്രികം നിങ്ങളിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. നമ്മുടെ ഭാരതത്തിൽ വളരെ 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 പഴക്കം ചെന്ന ആ ഒരു യുഗത്തിൽ ഭാരതം, അതായത് ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം നമ്മുടെ ഭാരതത്തിൽ എല്ലാ വശത്തും, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത്, ഏത് തലത്തിലും നല്ല രീതിയിൽ താന്ത്രിക സിദ്ധികൾ വിളയാടിയിരുന്ന ആ കാലത്തും വളരെ നൈപുണ്യമുള്ള ഓരോ വീടുകളിലും, അതായത് പണ്ടത്തെ ഇല്ലങ്ങൾ, അത് നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ ഈസ്റ്റ് വെസ്റ്റ് ആയിക്കോട്ടെ, താന്ത്രികത്തിൽ അഗ്രഗണ്യത നേടിയ ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. അത് കളക്റ്റീവായിട്ടുള്ളത് നേപ്പാൾ ആ ഒരു കാറ്റഗറിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മയോങ് ഭോഗർ ആസാമിലെ. അപ്പോൾ എല്ലാ തലത്തിലും സിദ്ധന്മാർ പല ഭാവങ്ങളിൽ ഈ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അവർ താന്ത്രികത്തിൻ്റെ തനതായ വശം എല്ലാവർക്കും പകർന്നു നൽകുന്നു. ഇന്നത്തെയും അന്നത്തെയും ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മുഗളന്മാർ, ബ്രിട്ടീഷുകാർ ഇത് അവരുടെ ആപത്തിന് കാരണമാകും എന്നറിഞ്ഞ് ഇതെല്ലാം നശിപ്പിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ അടിച്ചേൽപ്പിച്ച് നമ്മുടെ താന്ത്രിക വിധികളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്ത് നമ്മളുടെ ശക്തിപ്രവാഹത്തെ അവർ അധപതനത്തിലേക്ക് നയിക്കുകയും നമ്മളെ എല്ലാവരെയും അവരുടെ കാൽക്കീഴിലാക്കുകയും ചെയ്തു. ഇന്നും താന്ത്രികം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്, അത് ദുർമന്ത്രവാദമാണ് എന്ന് തലത്തിലേക്ക് പറയിപ്പിക്കുവാനും അവർ ഇപ്പോഴും അവരുടെ ശക്തികൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് നമുക്ക് എന്തൊക്കെയാണ് അസാധ്യമായിട്ടുള്ളത്, എല്ലാം സാധ്യമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവരും, ഇപ്പോൾ പറയാം, ഡോക്ടറേറ്റ് പറയുന്നു, സിവിൽ എഞ്ചിനീയറിംഗ് ആവുന്നു, എല്ലാവരും അണ്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്, വ്യവസായം ചെയ്യുന്നതും. അവരുടെ പ്രൊഡക്റ്റ് ഇന്നും നമ്മുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിവിശിഷ്ടമാണ്, അതിശക്തമാണ്. അത് പഠിക്കാൻ തന്നെ വിദേശീയർ ഇവിടെ വന്ന് എത്രയോ സാധുക്കളുടെ അണ്ടറിൽ ദീക്ഷ നേടുന്നു. ഇപ്പോഴും ആസാമിലൊക്കെ പോയാൽ അറിയാം, നേപ്പാളിലൊക്കെ പോയാൽ അറിയാം, താന്ത്രികം പഠിക്കാൻ ഇപ്പോഴും അവിടെ വിദേശീയരാണ് വരുന്നത്. കാരണം ഇന്ന്
താന്ത്രികത്തിൻ്റെ അഭാവം ആണ് നമ്മുടെ ജീവിത രീതിയെ ടോട്ടലി അടിമ എന്നുള്ള തലത്തിലേക്ക് എത്തിച്ചത്. താന്ത്രികത്തിൽ പ്രഥമഗണ്യ എന്ന് പറയുന്നാൽ ഭൈരവ താന്ത്രമാണ്. തന്ത്രം പല തരമുണ്ടെങ്കിലും അതിശക്തമായ താന്ത്രം ഭാരതത്തിൽ, അതേപോലെ നേപ്പാൾ ഭാഗങ്ങളിൽ അതിശക്തമായിട്ടുള്ള താന്ത്രികം, സിദ്ധിയേറിയ താന്ത്രികം എന്ന് പറഞ്ഞാൽ ഭൈരവർ താന്ത്രികമാണ്. 64 യോഗിനികൾക്ക്, അതായത് 64 ഭൈരവന്മാർക്ക് 64 യോഗിനികളുണ്ട്. അതിൽ മുഖ്യമാണ് അഷ്ടഭൈരവർ. ഇപ്പോൾ നിങ്ങൾ കാഠ്മണ്ഡുവിൽ പോയി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഭൈരവമാണ് അവിടെ ഉപാസിക്കുന്നത്, അവിടെ ക്ഷേത്രമുള്ളത്. ഒന്ന് കാലഭൈരവ്, പിന്നെ ശ്വേതഭൈരവ്. അതിൽ മെയിനാണ് അഷ്ടഭൈരവർ, അതായത് ബടുകഭൈരവർ, കാലഭൈരവർ, സ്വർണഭൈരവർ, ക്ഷേത്രഭൈരവർ, സന്തോഷഭൈരവർ. ഭൈരവരുടെ ഈ അഷ്ടഭൈരവ ഉപാസനയാണ് കൂടുതൽ ഊർജം നൽകുന്നത്. അതേപോലെയാണ് ഭൈരവരിൽ ഉൾപ്പെടുന്നതാണ് ശവോപാസന, ബലി എന്നൊക്കെ. അപ്പോൾ ഈ മുഗളന്മാരും അതേപോലെ ബ്രിട്ടീഷുകാരും ഭൈരവ കൺസെപ്റ്റിലുള്ള ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ആ തരത്തിലുള്ള താന്ത്രികരെ നശിപ്പിക്കുവാൻ പല അടവ് നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. പക്ഷേ ക്ഷേത്രങ്ങൾ, അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ 64 യോഗിനികളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഭൈരവരെ എല്ലാം അതിൽ നിന്ന് ഉന്മൂലനം ചെയ്ത്, അതായത് നശിപ്പിച്ച്, ആ ക്ഷേത്രം തന്നെ നശിപ്പിച്ചു. ആ ക്ഷേത്ര കൺസെപ്റ്റിലുള്ള അതേ നിർമ്മിതിയാണിപ്പോൾ നമ്മുടെ ഡൽഹിയിലുള്ള പാർലമെൻറ്റ്. 64 യോഗിനികൾ. ഇപ്പോൾ യോഗിനികൾ മാത്രമേ ഉള്ളൂ അവിടെ. ഭൈരവരെ എല്ലാം അവർ കടത്തിക്കുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ഘടകങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രം മാത്രം അതിശക്തമായിട്ട് നിലനിന്നു. അതിലെ മെയിൻ ക്ഷേത്രമാണ് ഉജ്ജയിൻ. അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ടാണ് ശക്തിപീഠങ്ങളിൽ മെയിൻ ഭൈരവഭാവം എന്ന് പറഞ്ഞാൽ ഉജ്ജയിനിലെ കാലഭൈരവ്. ഇപ്പോൾ ഞാൻ നർമ്മദ പരിക്രമണം ചെയ്തപ്പോൾ ഉജ്ജയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കൂടി നമ്മുടെ പരിക്രമണ മാർഗം പോകുന്നു. അപ്പോൾ ഇതിന് ഭൈരവ കൺസെപ്റ്റ്, ഭൈരവ സാധനയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അത് ഉപാസിക്കാനും നല്ല ഒരു ഗുരുവിനെയും കിട്ടി. അങ്ങനെ അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കുവാനും അത് നമ്മുടെ ഓരോരുത്തർക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിച്ചു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അധപതനത്തിന് കാരണം ഭൈരവക്ഷേത്രങ്ങൾ ഇല്ലാതാകുന്നതിൻ്റെ കുറവുകളാണ്. മെയിൻ ക്ഷേത്രങ്ങൾ, ശക്തിയായ ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഈ മുഗളന്മാരും ബ്രിട്ടീഷുകാരും എല്ലാം നശിപ്പിച്ചു. അപ്പോൾ അവിടെ ആ രീതിയിൽ ആ റീജിയണിലുള്ള സിദ്ധികൾ, എനർജി ഡൗൺ ആകുകയും അവ ഈ മുഗളന്മാർ, വരുത്തന്മാരെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കൈയടക്കി അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ അടിമപ്പണി പോലെ പഠിപ്പിക്കുകയും അവരുടെ രീതിയിൽ ജീവിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടാണ് നാം ഇന്നും അവലംബിക്കുന്നത്. നമ്മുടെ നളന്ദ, തക്ഷശില, ഈ ഒരു യൂണിവേഴ്സിറ്റിനേക്കാളും വലിയൊരു യൂണിവേഴ്സിറ്റി ഈ ലോകത്ത് തന്നെ വേറെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ നളന്ദ, തക്ഷശില ആ ഒരു രീതിയിൽ പഠിച്ച് വളർന്ന ഒരു വിദ്യാർത്ഥി അവൻ എന്തും
എന്ത് വിദ്യയും എന്ത് ജ്ഞാനവും സാധ്യമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു സ്പെസിഫിക്കിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു തന്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവനൊരു ചാപ്പ് കുത്തും, അവൻ ദുർമന്ത്രവാദം പഠിക്കുകയാണെന്നുള്ളത്. പക്ഷേ അതിനെ ഈ തലത്തിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു നിരീശ്വര കൺസെപ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതും ഒരു അജണ്ടയാണ്. അപ്പോൾ നാം ഒന്നോർക്കണം, കാലഭൈരവം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരു പേടിയാണ്. കാലത്തെ നിയന്ത്രിക്കുന്ന, സമയത്തെ നിയന്ത്രിക്കുന്ന ആരോ അതിശക്തമായ താന്ത്രികത്തിൻ്റെ ഉടമയാണ് കാലഭൈരവം. നിങ്ങൾക്കറിയാം കാലഭൈരവ എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അഹങ്കാരിയായ 5 തലയുള്ള ബ്രഹ്മാവിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ സൃഷ്ടിയാണ്, ഞാനാണ് ഉത്തമൻ എന്ന കൺസെപ്റ്റ് അഹങ്കാരത്തോടെ വന്നപ്പോൾ ശിവനാൽ ഉൽപ്പത്തിയായിട്ടുള്ള, എന്നാൽ ബ്രഹ്മാവിനാൽ രചിച്ചിട്ടുള്ളതും എന്നുള്ളത് വേണമെങ്കിൽ പറയാം, ആ അവതാരമാണ് കാലഭൈരവം. പക്ഷേ ഈ അഹങ്കാരം മൂത്ത ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല നഖം കൊണ്ട് കിള്ളിയെടുത്ത് ഭാവമാണ് കാലഭൈരവം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ശിവത്തിൻ്റെ ഉഗ്രഭാവം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് കാലഭൈരവ് ഇത്ര വലിയ താന്ത്രത്തിൻ്റെ അധിപനാകുന്നത്? നവഗ്രഹങ്ങൾ, അതിലെ ശനീശ്വരൻ ഒക്കെ കാലഭൈരവൻ ശിഷ്യനാണ്. ഭൈരവനാണ് ഊർജ്ജമായിട്ടുള്ള മൂർത്തി. ഭൈരവത്തിൻ്റെ ഭാഗങ്ങളാണ് മുരുകൻ, ഹനുമാൻ സ്വാമി. അതിൻ്റെ ഉഗ്രഭത്തിൽ, അതായത് ഭൈരവൻ്റെ അർദ്ധഭാവം എന്ന് വേണമെങ്കിൽ പറയാം, മൂർത്തഭാവം എന്ന് വേണമെങ്കിൽ പറയാം, വജ്രനാരസിംഹമാണ്. പക്ഷേ അത് ഹൈഡഡ് ആയിട്ടുള്ള, സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം ഒരു പ്രകൃതിയുടെ സന്തുലനാവസ്ഥ എന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ പാമ്പുകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ, അവരുടെ ജനസംഖ്യ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യാൻ പരുന്തുണ്ടാകും, കഴുകനുണ്ടാകും, മയിലുകളുണ്ടാകും, അല്ലേ? അപ്പോൾ എന്തിനും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് മലയിടങ്ങളിലൊക്കെ ജനസംഖ്യ കൂടുന്നു, അതേപോലെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് അവിടെ ഖനനങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്താ വരുന്നത്? ഉരുൾപൊട്ടലുണ്ടാവുന്നു. ഒരു ഭാഗത്ത് മതങ്ങൾ വളരുന്നു. ആ മതങ്ങൾ വളർന്നു കഴിയുമ്പോൾ ആ മതങ്ങളിൽ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സ്ഥിതിഗതികൾ വരുന്നു. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള വിനാശങ്ങൾ വരുന്നു. പ്രകൃതി അതേപോലെ. അപ്പോൾ ഇത് രചിക്കുന്നത് ഈ ഒരു കാലത്തിൻ്റെ ക്ലോക്ക്, അതായത് ഈ ഒരു തലത്തിനെ ബാലൻസ് ചെയ്യുന്നതാരോ അതാണ് കാലഭൈരവൻ. ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ കാവൽ, അതേപോലെ നമ്മുടെ നാലമ്പലത്തിനുള്ളിലുള്ള നിർമാല്യധാരി എന്ന് പറയുന്നതൊക്കെ ഭൈരവത്തിൻ്റെ കൺസെപ്റ്റാണ്. ഒരു ഗ്രാമത്തിൻ്റെ കാവൽക്കാരൻ എന്ന് പറയുന്നതും ഭൈരവനാണ്. നമ്മൾ കറുപ്പുസ്വാമി എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഭൈരവ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ ഭൈരവ എന്നുള്ളൊരു സിമ്പൽ എല്ലായിടത്തും ഉണ്ട്. പണ്ടൊക്കെ ഭൈരവ എന്നുള്ള ഭാവത്തിൽ
പൂജിക്കുന്നവർ ഇപ്പോൾ പുറത്ത് ആരെങ്കിലും ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഭൈരവനെ മനസ്സിൽ ധ്യാനിച്ച്, അതേപോലെ ഒരു കാട്ടിൽ കൂടി പോവുകയാണെങ്കിൽ ഭൈരവനെ സ്തുതിച്ച്, ഭൈരവനെ അതോ കാട് കയറുന്നതിന് മുമ്പ് ഒരു ഭൈരവ പൂജാ പീഠം ഉണ്ടാവും. ആ പീഠത്തിൽ തേങ്ങ ഉടച്ച് മാലയിട്ട് ആരതിയൊക്കെ കാണിച്ചായിരിക്കും ആ കാട്ടിനുള്ളിൽ കയറുക. കാരണം ഒരു പൂർണ്ണ രക്ഷകനാണ് അവിടെ നാം കാണുന്നത്. അപ്പോൾ നാം ഉപാസനകൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെയല്ല ഇന്ന് നാം ഉപാസന ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ താഴ്ന്ന രീതിയിലുള്ള ഉപമൂർത്തികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഊർജം വളരെ താഴ്ന്ന തലത്തിലേക്ക് പോയി. കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സാധാരണ കരിനീലി അങ്ങനത്തെ നോർമൽ ഗണങ്ങളിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ വിഷ്ണുമായ അതൊരു ഗണമാണ്. ആ ഒരു തലത്തിലേക്ക് ലോ ലെവലിലേക്ക് പോകുകയും ചെയ്തു. പണ്ട് ഹൈപ്പറായിട്ടുള്ള മൂർത്തികളെയാണ് ഉപാസിച്ചിരുന്നത്. ശാന്തമൂർത്തികളെ സെക്കൻഡറി എന്നുള്ള തലത്തിലാണ് ഉപാസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നൊക്കെ താഴ്ന്ന ഗണങ്ങളിലേക്ക് പോയി, സ്വാർത്ഥതയിലേക്ക് പോയി. കാര്യസിദ്ധി, അതായത് എന്താ പറയുക, പെട്ടെന്ന് കാര്യം സാധിക്കുക, ഇൻസ്റ്റൻറ്റിലേക്ക് പോയി. പക്ഷേ ഇൻസ്റ്റൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി ടോട്ടലി ഒരു അണു എന്നുള്ള തലത്തിലേക്ക് മാത്രം ഒതുങ്ങി നിന്നു. പിന്നെ ഉപാസന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. എന്താണ്, എന്തെങ്കിലും ചെയ്താൽ തെറ്റ് പറ്റുമോ, അതാണ് ഇതാണ്. അത് നമ്മൾ ശരിയായ ഉപാസനയുടെ ഘട്ടം, ആ തോത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നല്ല ഒരു ഉപാസകനാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവന് വരത്തില്ല. പക്ഷേ നല്ല രീതിയിൽ പോകണം. അതായത് ഇന്ന് ഒരു ഉപാസകൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി കോഴിവെട്ട്, കാളവെട്ട്, പോത്തുവെട്ട് അങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ താന്ത്രികം ടോട്ടലി ഡിഫറെൻ്റാണ്. അത് നല്ല രീതിയിൽ പോകേണ്ടതുപോലെ, പഠിച്ചതുപോലെ, അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് താന്ത്രികത്തെ ഒരു ദുർവ്യാഖ്യാനം എന്നുള്ള തലത്തിലേക്ക് മാറ്റിയത്. അതൊക്കെ ഈ ഒരു അജണ്ടയാണ്. താന്ത്രികം ശക്തപ്പെട്ടിയാൽ ശത്രുവിൻ്റെ യാതൊരു തരത്തിലുള്ള വേലകൾ നടക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ നേപ്പാളിൽ ഉൾഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അതേപോലെ മയോങ്ങിലെ ഉൾഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏത് വലിയ പട്ടാളക്കാരാണോ പോലീസുകാരനോ ഒന്ന് വിറയ്ക്കും, പോകത്തില്ല. അവിടെ ആരും ഈ പുറമേയുള്ള ഗ്രാമമല്ല ഉള്ളിൽ മയോങ്ങിൽ. അവിടെ എല്ലാവരും പോകാൻ മടിക്കുന്ന, പേടിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം അങ്ങനെയാണ് അവിടുത്തെ താന്ത്രികം. ആ ഒരു തലമായിരുന്നു നമ്മുടെ ഭാരതം. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഒന്ന് തോണ്ടിക്കളിക്കാനുള്ള ഒരു തലത്തിലേക്ക് മാറി. ഒരു ഭീരുവിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് യോയോ ടീം വന്നിട്ട് തോണ്ടലും പിച്ചലും ഒക്കെ ചെയ്യുന്ന പോലെയായി ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ. ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റാതെയായി. പണ്ട് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവന് തൊടാൻ പേടിയായിരിക്കും. കാരണം അപ്പം പണി കൊടുക്കും. അതായിരുന്നു അന്നത്തെ. കാരണം പണി കൊടുക്കും എന്നുള്ളതല്ല, അത്രയ്ക്ക് ശക്തരായിരുന്നു. അതാണ് ഭൈരവ ഉപാസന എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെ ഞാൻ ഇന്ന് ഇന്ന് 2-3 എപ്പിസോഡായിട്ട് ഇടേണ്ടി വരും. എന്നാലും അതിൻ്റെ കൺക്ലൂഷൻ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഭൈരവ താന്ത്രികത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 64 ഭൈരവന്മാർക്ക് 64 യോഗിനികളാണ്.
ഇപ്പോൾ ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാനൊക്കില്ല, കാരണം അതിനൊരു ലിമിറ്റുണ്ട്. ഗുരുവിനെ കൂടാതെ ഉപാസിക്കാൻ, അതായത് താന്ത്രികം പഠിക്കുന്ന 2 ഭൈരവ തന്ത്രയാണ്. അതിൽ ഒരു ഭൈരവ തന്ത്രയാണ് ഞാൻ നിങ്ങളെ, സിമ്പിളാണ്, അത് ഗുരുവിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ളതിനൊക്കെ ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. കാരണം നാഡി, അതേപോലെ നമ്മുടെ മനസ്സ്, ചക്ര എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഗുരുവിൻ്റെ ആവശ്യമില്ല. എന്നാൽ ആ ഭൈരവ താന്ത്രികത്തിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു തലമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ എപ്പിസോഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗൃഹസ്ഥരാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥരല്ലാത്തവർക്കും ഭൈരവ സാധന എന്ന് പറയുന്നത് നല്ല ഒരു വൈബിലേക്ക്, അതേപോലെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ, നമ്മളെ സ്വയം ശക്തിപ്പെടുത്തുവാൻ, അതാണ് ഭൈരവ തന്ത്ര എന്ന് പറയുന്നത്. ഭയമില്ലാത്ത, ഭയം വേണ്ടാത്ത ഒരു തലം. എന്നാൽ ഭൈരവ താന്ത്രത്തിനേക്കാളും വലിയൊരു തന്ത്രം ഈ ലോകത്ത്, ഈ ബ്രഹ്മാണ്ടത്ത് ഇല്ല. അതിൽ ഗുരുവിൻ്റെ ആവശ്യം ഇല്ലാതെ ഭൈരവതന്ത്രത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കുവാൻ ആദ്യത്തെ തന്ത്രമാണ്, ഒരു ഗൃഹസ്ഥനായിക്കോട്ടെ ബാച്ചുലർ ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള ആഘാതങ്ങളേൽക്കാതെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ, ഉപാസിച്ച് നല്ല ലെവലിലേക്ക് വരുവാൻ പറ്റും. അപ്പോൾ കാലഭൈരവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശിവൻ്റെ ഉഗ്രഭാവമാണ്. അത് നരസിംഹഭാവത്തിലും നിങ്ങൾക്ക് പൂജിക്കാം, കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. അത് നമ്മൾക്ക് ഭൈരവതന്ത്രത്തിൽ പൂർണ്ണത മനസ്സിലാക്കുമ്പോൾ നരസിംഹമൂർത്തിയാണ് കാലഭൈരവനായിട്ട് വരുന്നത്. ഇപ്പോൾ കാലകാലായ വിദ്മഹി കാലാതീതായ ധീമഹി തന്നോ ഭൈരവ പ്രചോദയാത്, ഇതാണ് കാലഭൈരവ ഗായത്രി മന്ത്രം. അതേപോലെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ മന്ത്രവും ഇതേപോലെയാണ്. ഓം നരസിംഹായ നമഃ, അതായത് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലം തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമിഹം, കാലൻ്റെ കാലൻ, മഹാകാലൻ കാലഭൈരവർ. അപ്പോൾ നരസിംഹമൂർത്തിയുടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ദശാവതാരത്തിലെ 4ാമത്തെ അവതാരമാണ് എന്നുള്ളതാണ്. എന്നാൽ അതല്ല. ത്രിമൂർത്തിവന്ധ്യായ എന്ന നാമം, സഹസ്രനാമം നരസിംഹമൂർത്തിക്ക് മാത്രമേ ഉള്ളൂ. കാരണം അതാണ്, ശിവനാണ്, തൃക്കണ്ണുള്ളവനാണ്. അപ്പോൾ ഭൈരവഭാവത്തെ നരസിംഹമൂർത്തിയായിട്ടും നമ്മൾ എടുക്കും. അപ്പോൾ കാലഭൈരവത്തിൻ്റെ നോർമലി എല്ലാവർക്കും ഉപാസിക്കാൻ പറ്റിയ ഭാവമാണ് ബട്ടുക ഭൈരവ എന്ന് പറയുന്നത്. അതേപോലെ സന്തോഷ ഭൈരവ എന്ന് പറയുന്നത്, അതായത് ഭൈരവി സമേതനായിട്ടുള്ള ഭൈരവനും, ബട്ടുക ഭൈരവൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഭൈരവൻ. ഈ 2 ഭാവത്തെയും നമുക്ക് ഭൈരവ ഉപാസന ഗുരു ഇല്ലാതെ നമുക്ക് ഉപാസിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളെ ഭൈരവ ഉപാസനയുടെ ആദ്യഘട്ടമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ബട്ടുക ഭൈരവഭാവവും സന്തോഷ ഭൈരവഭാവവും ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്താം. ഭൈരവ മന്ത്രം ഓം ഭൈരവായ നമഃ, ഓം ഭൈരവായ നമഃ, ഇതാണ് മന്ത്രം. ജപിക്കേണ്ടത് രുദ്രാക്ഷ മാലയിൽ ഉത്തമം, അല്ലെങ്കിൽ കരിങ്ങാലി മാലയിൽ
ഉഗ്രഭാവങ്ങൾക്ക് കരിങ്ങാലിമാലയും രുദ്രാക്ഷമാലയും യോജിക്കുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷം. രുദ്രാക്ഷമാല പ്രാണപ്രതിഷ്ഠയുടെ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ആദ്യമായി ആണ് ഈ പ്രാണപ്രതിഷ്ഠ അറിയുന്നെങ്കിൽ ഒരു ദിവസം നമ്മൾ എള്ളെണ്ണയിൽ മുക്കി വയ്ക്കുക രുദ്രാക്ഷമാല. പിറ്റേ ദിവസം അതെടുത്ത് എണ്ണയിൽ നിന്ന് എടുത്ത് കഴുകി കുറച്ച് ധൂപങ്ങൾ കാട്ടി കുറച്ച് നെയ്യ് കയ്യിലെടുക്കുക, കുറച്ച് കുങ്കുമം എടുക്കുക, നല്ല രീതിയിൽ കൈ നല്ലോണം കശക്കി ഈ പറയുന്ന രുദ്രാക്ഷത്തിൽ അല്ലെങ്കിൽ കരിങ്ങാലി മാലയിൽ തേക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ ഭൈരവ മന്ത്രമാണ് ജപിക്കുന്നത്. അപ്പോൾ ഭൈരവന് ഏറ്റവും ഇഷ്ടം കുങ്കുമമാണ്. ആ കുങ്കുമം നമ്മൾ ഈ മേരുമണിയിൽ നല്ല രീതിയിൽ തേക്കുക. എന്നിട്ട് ഈ മോതിരവിരലും തള്ളവിരലും ഈ ഒരു തലത്തിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ജപിക്കേണ്ടത് ഈ തള്ളവിരൽ ഒരിക്കലും ചൂണ്ടുവിരൽ ഒരിക്കലും മാലയിൽ സ്പർശിക്കാൻ പാടില്ല. ഈ നടുക്കത്തെ വിരൽ വെച്ച് വേണം നമ്മൾ ഉള്ളിലെടുക്കാൻ, പുറത്തല്ല, ഉള്ളിൽ വേണം നമ്മളെടുക്കാൻ. ഈ മാല നാം വെക്കേണ്ടത് ഈ ഹൃദയഭാഗത്താണ്. ഈ ഹൃദയഭാഗത്ത് വെച്ച് നമ്മുടെ ഈ പറയുന്ന മുഖം ഈ ഒരു തലത്തിലല്ല, ഈ ഒരു തലത്തിൽ കുറച്ച് ഉയർത്തി വേണം നമ്മൾ ജപിക്കുവാനും. അതേപോലെ ഈ തലം, അതായത് ഈ നടുക്കത്തെ വിരൽ വെച്ച് വേണം, ഉള്ളിൽ വേണം, പുറത്തേക്ക് ആകരുത്, പുറത്തേക്ക് എനർജി പോകും. സോ നമ്മൾ ജപിക്കേണ്ടത് ഈ ഒരു ഉള്ളിലോട്ട് വേണം ജപിക്കാൻ. ഓം ഭൈരവായ നമഃ, ഓം ഭൈരവായ നമഃ. ആ ഒരു തലത്തിൽ വേണം ജപിക്കുവാൻ. നിങ്ങൾ സ്റ്റാർട്ടിങ് ജപിക്കേണ്ടത് 3 മാലയാണ്. ഇപ്പോൾ നമ്മൾ മാല ജപിച്ചു, മേരുവിലെത്തി. അപ്പോൾ എന്താ ചെയ്യുക? നേരെ തിരിച്ച് വേണം പിന്നെ ജപിക്കാൻ. കണ്ടിന്യൂസ്ലി മേരുമണി കടന്ന് ജപിക്കരുത്. ഇപ്പോൾ മേരു ജപിച്ച് നമ്മൾ ഇവിടം വരെ എത്തി, മേരുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ മാല ഇതേപോലെ തിരിച്ച് പിന്നെ അങ്ങനെ 3 പ്രാവശ്യം സ്റ്റാർട്ടപ്പ് ചെയ്യണം. സാധാരണ ഉപാസനയിൽ ഒരു മാല ജപിച്ചാൽ മതി. പക്ഷേ ഭൈരവ ഉപാസന തുടങ്ങുമ്പോൾ 3 മാല വെച്ച് ഒരു ദിവസം അടുപ്പിച്ച്, അതായത് 3 പ്രാവശ്യമായിട്ടല്ല, ഇരുന്ന് നമ്മൾ 3 പ്രാവശ്യം മാല ജപിക്കുക. ഓക്കെ. 3, 5, 7, 9 ഓഡ് നമ്പറായിട്ട് വേണം നമ്മൾ ജപിക്കുവാൻ. നമ്മൾ ജപിക്കുമ്പോൾ ഭൈരവ ഭാവം നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ ഭൈരവന് ഉപാസിക്കുമ്പോൾ, ജപിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് സ്വാർത്ഥത പാടില്ല. എന്തിനെങ്കിലും നേടുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ. നമ്മൾ ഉഗ്രമൂർത്തിനെ ഉപാസിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു കോമൺ സെൻസ് ഉള്ളവരൊക്കെ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു ശത്രുവിനെ നശിപ്പിക്കുവാൻ ഒക്കെയാണ് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. വിഷ്ണുമായ ഓരോ മഠത്തിൽ പോയിട്ട് അവനെ നശിപ്പിക്കണം, ഇവനെ നശിപ്പിക്കണം. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. കാരണം ഭൈരവ എന്ന് പറയുമ്പോൾ ടോപ്പാണ്, ദ ടോപ്പ്, ഓൾമോസ്റ്റ് ടോപ്പ്. യു നോട്ട് നീഡ് ടു ആസ്ക് എനിത്തിങ്. നമ്മളൊന്നും പറയണ്ട, അവർ നിയന്ത്രിച്ചോളും നമ്മളെ. അവർക്കറിയാം നമ്മളെ എങ്ങനെ രക്ഷിക്കണം, ഹൗ ടു പ്രൊട്ടക്റ്റ് അവരുടെ ഒരു ഓറ നമ്മുടെ ചുറ്റിനും എപ്പോഴും രക്ഷാകവചമായിട്ടുണ്ടാവും. അതാണ് ഒരു ഭൈരവ ഉപാസകൻ്റെ പോസിറ്റീവ് സക്സസ് എന്ന് പറയുന്നത്. ആരാണോ ശത്രു, ഒരു ഭൈരവ ഉപാസകൻ്റെ അടുത്ത് ആരും
ശത്രുത വന്ന് മെനയത്തില്ല, ചൊറിയാൻ വരത്തില്ല എന്ന് പറയും നാട്ടിൽ. ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് ചൊറിയ തന്നെയായിരിക്കും, ഫുള്ള് മാന്തലായിരിക്കും. അതാണ് ഭൈരവ ഉപാസകൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. കാരണം നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം. ശരിക്കും ഭൈരവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്, പേടിക്കണം. പക്ഷെ ഉപാസകന് നേരെ മറിച്ചാണ്. അവനെന്ത് പരമാനന്ദമാണ് ശരിക്കും ഉപാസന എന്ന് പറയുന്നത്, ഭൈരവ ഉപാസന എന്ന് പറയുന്നത്. വൺസ് ഭൈരവൻ പെട്ടെന്ന് പ്രസാദിക്കുന്നവനാണ്, അതുപോലെ പെട്ടെന്ന് കോപിക്കുന്നവനാണ്. പക്ഷെ ഭക്തൻ ഒരു തുള്ളി രക്തം വരാൻ സമ്മതിക്കില്ല. അതാണ് ഭൈരവൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഭോലെ എന്ന് പറയുന്ന മഹാദേവനെ ഭോലെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിഷ്കളങ്കന. അപ്പോൾ 3 എന്ന ഓട്ട് 3 മാലയാണ് നമ്മൾ ഒരു ദിവസം ജപിക്കേണ്ടത്. ഓം ഭൈരവായ നമഃ, ഓം ഭൈരവായ നമഃ. അത് നല്ല രീതിയിൽ മനസ്സിരുത്തി ആ ഭാവം നമ്മൾ മനസ്സിൽ കണ്ടുവേണം ജപിക്കുവാൻ. അപ്പോൾ ഉപാസന നമ്മൾ ജപം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സങ്കല്പം എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ആ സങ്കല്പം നമ്മൾ ഭൈരവന് കൊടുത്തിട്ട് വേണം നമ്മൾ ഉപാസന, അതായത് ജപം എടുക്കുവാൻ. അതായത് നെയ്വിളക്ക് കയ്യിൽ വെച്ച് ഭൈരവന് നമ്മളൊരു വാക്ക് കൊടുക്കുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടില്ലാത്തവർ അതൊന്ന് വാച്ച് ചെയ്യുക, സങ്കല്പം എന്നുള്ളത്. അത് നമ്മൾ വാക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ ഉപാസനകൾ തുടങ്ങുവാൻ. ആദ്യം ജപമാണ് നമുക്ക് വേണ്ടത്. ജപം നമ്മൾ 1000 ആകുമ്പോൾ, 1000 മാലയാകുമ്പോഴാണ് ഒരു ത്രിശൂലം എന്ന് പറയുന്നത്. 2000 ആകുമ്പോഴാണ് 2 ത്രിശൂലം. അങ്ങനെ 8 ത്രിശൂലങ്ങളാകുമ്പോഴാണ് പൂർണ്ണ ഭൈരവ അഷ്ടഭൈരവ ഭാവം നമ്മൾ പൂർണ്ണതയിലേക്ക് വരുന്നത്. അതും ഒന്ന് ഓർക്കുക, നമ്മൾ വെറും ഓം ഭൈരവായ നമഃ എന്ന് ജപിക്കുമ്പോഴാണ്, അതാണ് നമ്മളെ ആ റീച്ചിലെത്തുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോൾ ഭൈരവൻ്റെ ആ ഭാവത്തെയാണ് 1000 എന്ന് പറയുമ്പോൾ ഒരു ത്രിശൂലം, 3 ത്രിശൂലം വരുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണ സിദ്ധിയിലേക്ക് വരും, ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾ 21 മാല ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വൈബ് തുടങ്ങും. കാലഭൈരവൻ്റെ പൂർണ്ണത നമ്മളിലേക്ക് പ്രവഹിക്കുവാൻ നമുക്കറിയാൻ പറ്റും. അത് തെളിയിച്ചു തരും. നമ്മുടെ ശരീരത്തിൻ്റെ വൈബ്രേഷൻ അപ്പോൾ നമുക്ക് ഹരമായി വരും. നമ്മൾ ജപിക്കും തോറും ആ ഒരു ലെവലിലേക്ക്, ജപത്തിൻ്റെ ഹരം എന്നൊക്കെ പറയത്തില്ലേ, ആ ഇരിക്കണം. നമ്മൾ ദിവസം സാധാരണ കുറച്ച് നേരം ആവട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, അതാണ് നമ്മുടെ സാധാരണ ലെവലിലുള്ള കാഷ്വൽ ജപങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു മന്ത്രം കൊണ്ട് നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ദിവസത്തിൽ ഇപ്പം നാളെ ആണെങ്കിൽ എനിക്ക് ജപിക്കാൻ സമയമായി, അതിൽ പ്രയോറിറ്റി കൊടുക്കും. കാരണം അതിൻ്റെ ആനന്ദം, ആ വൈബിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രീതിയിലുണ്ടാകുന്ന വ്യതിയാനം ടോട്ടലി ഭൈരവൻ കൺട്രോൾ ചെയ്യുകയാണ്. നമ്മുടെ കർമ്മവിനകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുവാണ്. അത് നമ്മൾക്ക് തന്നെ അറിയില്ല. സാധാരണ നമ്മൾ കർമ്മവിനകളൊക്കെ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പൊട്ടും ചീറ്റിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പൊട്ടും ചീറ്റവും നടക്കുമ്പോൾ ചിലതൊക്കെ ആഘാതമായിട്ടൊക്കെ വരും. പക്ഷെ ഭൈരവ സാധന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കർമ്മവിനകളൊക്കെ മാറ്റിത്തരുന്നു. അതെങ്ങനെ പോകുന്നു, മാറുന്നു, നമ്മുടെ പൂർവ്വജന്മ കർമ്മം, നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മമൊക്കെ എങ്ങനെ മാറുന്നു നമ്മൾ അറിയാതെ തന്നെ. അതാണ് ഭൈരവൻ. കാരണം ഭൈരവന് എന്തും സാധ്യമാണ്. നമ്മൾ ഭൈരവൻ്റെ അണ്ടറിലേക്ക്, അതായത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് ഭക്തൻ അടുത്ത് വരുന്നത്, ഭക്തൻ ഭഗവാനെ ഓർക്കുന്നത് ഒക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മഹാദേവൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ആരും അത് അറിയാതെ മറ്റുള്ള ഗണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഉപാസന അങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപാസന ഇങ്ങനെയാണ്, ആ ഉപാസന ചെയ്താൽ അങ്ങനെയൊക്കെ ഭവിക്കും എന്നൊക്കെ.
പക്ഷേ മഹാദേവൻ്റെ ഭാവത്തിൽ, ശിവൻ്റെ ഭാവത്തിലുള്ള ഭൈരവൻ ആ ഉപാസന താന്ത്രത്തിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് തന്നെ നമുക്കൊരു ആനന്ദമയമാവുന്നു. ജപിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു. അതേപോലെ നമ്മുടെ ഏതൊക്കെ ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ജോലിയുണ്ടോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. അത് താന്ത്രിക ഭാവം നമുക്ക് ടൈമിംഗ് തരുന്നുണ്ട്. ആ ഒരു തലം, ആ ഒരു സമയം, അതാണല്ലോ കാലഭൈരവ എന്ന് പറഞ്ഞ, കാലത്തെയും സമയത്തെയും നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ ഓം ഭൈരവായ നമഃ, അത് നമ്മൾ കാണേണ്ടത് ബട്ടുക ഭൈരവൻ അല്ലെങ്കിൽ സന്തോഷ ഭൈരവൻ, അതായത് ഭൈരവ സമേതനായിട്ടുള്ള ഭൈരവൻ. ഇതാണ് നമ്മൾ ഗൃഹസ്ഥനായിക്കോട്ടെ ഒരു ബാച്ചിലർ ആയിക്കോട്ടെ നമ്മൾ തന്ത്രസാധന ഭൈരവ തന്ത്രത്തിൻ്റെ ആദ്യഘട്ടം ഉപാസന നമ്മൾ എടുക്കുന്നത്. 1000 കഴിഞ്ഞാൽ നമ്മൾ ഭൈരവത്തിൻ്റെ അംശമായിട്ട് വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് മാറ്റി ഒരു നല്ല വൈബുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റുന്നു. അവിടെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപാസനകൾ തുടങ്ങുവാൻ, അതായത് ലിംഗമായിട്ട്, ശിവലിംഗമായിട്ടൊക്കെ നമുക്ക് പഞ്ചോപചാര ഉപാസന, അപ്പോൾ ഒന്നുകൂടി വൈബ് കൂടുതൽ കിട്ടും. നമ്മൾ നിവേദ്യത്തോടു കൂടിയുള്ള പഞ്ചോപചാരം, ശിവലിംഗ പൂജ, അതായത് എക്സാമ്പിൾ നർമ്മദ ലിംഗം, അതേപോലെ സാധാരണ ശിലയിൽ തീർത്ത ലിംഗം. ഇപ്പം നർമ്മദാലിംഗമാണെങ്കിൽ ശ്രേഷ്ഠം, കാരണം സ്വയംഭൂവായിട്ടുള്ള ഈശ്വരനാണ്. ഹണി കളറായിട്ടുള്ള ലിംഗങ്ങൾ ഉത്തമം. അവിടെ പഞ്ചോപചാരം ചെയ്ത് നമ്മൾ ജപിക്കുമ്പോൾ ആ ഒരു വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കാലഭൈരവ താന്ത്രികം പൂർണ്ണമായിട്ട് വരുന്നു. 1000 ജപം ചെയ്യുമ്പോൾ, 1000 മാല നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സിദ്ധിയാകും. ആ സിദ്ധിയാകുന്നത് നമ്മുടെ ശരീരം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, നല്ല ഒരു ഊർജം വരാൻ തുടങ്ങും. നമ്മൾ ഏത് കാര്യങ്ങൾ അത് മുൻകൂട്ടി അറിയാൻ കഴിയുക. നമ്മൾ ഏതെങ്കിലും എംപ്റ്റി ആയിട്ടുള്ള ടീ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ അവിടെ റഷായിട്ട് വരിക, അതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തി മുമ്പിൽ വരുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ളത് നമ്മളെപ്പറ്റി പോസിറ്റീവാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുതന്ത്രമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രു എവിടെയെങ്കിലും നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഹനിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുക. ഇതൊക്കെയാണ് സിദ്ധികളെന്ന് പറയുന്നത്. അത് 1000, അതായത് ഒരു തൃശൂലം കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സിദ്ധിയാണ്. പക്ഷേ നാം ഈ സിദ്ധികൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. എങ്ങനെയാണോ നമ്മൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ആദ്യം ഉപാസകന് പറ്റണം, അല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് വീഴും. അതുകൊണ്ട് നാം നമ്മുടെ പ്രൈവറ്റ് എന്നുള്ള തലത്തിൽ ഉപാസനകൾ കൊണ്ടുപോകണം. എന്നാൽ നമ്മുടെ ജീവിതചക്രത്തെ പൂർണ്ണമായിട്ട് ഭൈരവനിലേക്ക് സമർപ്പിച്ച്, ഇപ്പോൾ ആദ്യഘട്ടം നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ കണ്ടിന്യൂവാലിറ്റിയും അതിൻ്റെ രീതിയും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു 1 ലാഖിലേക്ക് പോകാനുള്ള എല്ലാവരുടെയും സഹകരണം ഈ ചാനലിൽ, അതേപോലെ നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ അടുത്ത ഘട്ടം കാത്തിരിക്കുക. ഓം നമഃ ശിവായ. ഓം നമഃ
शिवाय। नर्मदे हर।